നെറ്റ്വർക്കിന്റെ കേബിള്. ഈ കേബിളിന്റെ സ്കിന്നിനെ നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണം. ഇതിനകത്തേക്ക് കൊണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കാം. അപ്പൊ ഇത് ഇവിടെ കട്ടായി പോരും. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് ഇതിനുള്ളിലുള്ള ഓരോ കമ്പി പെയർസിനെയും നമ്മള് വേറെടുത്ത് വെക്കണം. ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഈ ടാഗ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ക്രിംബ്ലിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തണം. ഓക്കെ, ഇനി ഈ ട്വിസ്റ്റഡ് ആയിട്ടുള്ള വയേഴ്സിനെല്ലാം നമുക്ക് അൺട്വിസ്റ്റ് ചെയ്യാം. ഇതിനെല്ലാം നിവർത്തി വെക്കുക. എന്നിട്ട് ഓക്കെ, നമ്മള് ഈ വയറിനെല്ലാം നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാത്തിനും ഒന്നുകൂടി നല്ല രീതിക്ക് വലിച്ച് നിവർത്തണം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കളർ കോഡിനനുസരിച്ച് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കാം. നമ്മുടെ കളർ കോഡ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കളർ കോഡ്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കളർ എന്ന് വെച്ചാല് ഓറഞ്ച് വൈറ്റ് ആണ്. പിന്നീട് ഓറഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓറഞ്ചിനെ സെറ്റ് ആക്കണം. അടുത്തതായി പറഞ്ഞിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് ആണ്. അടുത്തത് ഗ്രീനെ സെറ്റ് ആക്കണം. പിന്നീട് പറഞ്ഞിട്ടുള്ള കളർ ബ്ലൂ ആണ്. അപ്പൊ നമ്മൾ ബ്ലൂവിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ബ്ലൂ കഴിഞ്ഞ ശേഷം ബ്ലൂ വൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബ്ലൂ വൈറ്റിനെ സെറ്റ് ആക്കാം. ബ്ലൂ വൈറ്റ് കഴിഞ്ഞിട്ട് ഗ്രീൻ ആണ്. ഗ്രീന് കഴിഞ്ഞാൽ വീണ്ടും ബ്രൗൺ വൈറ്റ്, പിന്നെ ലാസ്റ്റ് ബ്രൗൺ. ഈ ഒരു ഓർഡറിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, നല്ല വൃത്തിക്കൊന്ന് സെറ്റാക്കി വെച്ചെടുക്കാം. ഓക്കെ, നമ്മളിത് കറക്റ്റ് ഓർഡറിൽ നല്ല രീതിക്ക് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു മുകളിലൊന്ന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നല്ല വൃത്തിക്ക് വരാൻ വേണ്ടി നമ്മുടെ ട്രിമ്മിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനൊന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നീട് നമ്മൾ ഒന്നും കൂടി ഇത് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം നമ്മുടെ കറക്റ്റ് ഓർഡറിന് തന്നെ ആണോ എന്ന്. ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച് ഗ്രീൻ വൈറ്റ്, ബ്ലൂ ബ്ലൂ വൈറ്റ്, ഗ്രീന് ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഓക്കെ, കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഞാൻ നല്ല രീതിക്ക് പിടിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ RJ45ന്റെ കണക്ടർ. നമുക്ക് ഈ കണക്ടർ ഇതിനകത്തോട്ട് ഘടിപ്പിക്കാം. പിന്നെ നന്നായിട്ട് ഉള്ളിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഇതിന്റെ എൻഡില് എല്ലാ കളേഴ്സും ഇവിടെ എത്തിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. മാക്സിമം ഉള്ളിലോട്ട് കുത്തിയതിനു ശേഷം സൈഡിലൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, ഈ കണക്ടറിന് നമ്മൾ ഈ ക്രിമ്പിംഗ് ടൂളിന്റെ ഉള്ളിലിട്ടിട്ട് പഞ്ച് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണ്ടേ. ഇൻസേർട്ട് ചെയ്തിട്ട് ഈ പല്ല് രണ്ട് ഭാഗം ഫേസ് ചെയ്ത് വരുന്ന രീതിക്ക് നമ്മൾ ജസ്റ്റ് നല്ല പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സാധനം വിട്ടിക്കൊണ്ട് പോരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. സോ നമ്മുടെ ക്രിമ്പിംഗ് എന്ന പരിപാടി ഇത്ര ഉള്ളൂ. ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇതിന്റെ ഈ എൻഡിലും ചെയ്യണം. ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാബിൻ ഉണ്ട്. അതേ സെയിം മെത്തേഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ക്യാബിൻ ഉണ്ട്. ഈ ക്യാബിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഉപകരണം യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ക്യാബിന്റെ ഒരു എൻഡ് ഇതിന്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ നോക്കണം രണ്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്യേണ്ടത് നോക്കണം. അതേപോലെ തന്നെ രണ്ട് എൻഡ് രണ്ടിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഉപകരണം ഒന്ന് ഓണാക്കിയിട്ട് കൊടുക്കാം. അപ്പൊ കാണാം കളറ് കത്തുന്നത് കാണാം. അതായത് 1 to 8 നമ്പേഴ്സ് ഉണ്ട് ഇതില്. ഈ 8 നമ്പേഴ്സിലും ഈ ഗ്രീൻ കളറിലുള്ള ലൈറ്റ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ വർക്ക്, അതായത് ഈ ക്രിമ്പിംഗ് എന്ന പ്രോസസ്സ് ഇവിടെ സക്സസ് ആണ്.